പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്നലെ എനിക്ക് ഒരു മാഗസിൻ എനിക്ക് കിട്ടിയതാണ്. കാരുണ്യകൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പ്രിസൺ മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ മാഗസിനാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഓൺലൈൻ സംഭവം www.karunnyakan.com എന്ന വെബ്സൈറ്റിൽ ഇതിൻ്റെ ഓൺലൈൻ കോപ്പീസ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം അവൈലബിൾ ആണ്. ഇപ്പം ഇതിൻ്റെ എഡിറ്റോറിയൽ വായിച്ചപ്പോൾ തടവറയിലെ കാരുണ്യം, അതിൻ്റെ എഡിറ്റോറിയലിൻ്റെ ചില ഭാഗങ്ങൾ ഇന്നത്തെ വചന ധ്യാനത്തിൽ ഞാൻ പങ്കുവയ്ക്കുന്നു. തടവറയിലെ കാരുണ്യം. പാരീസുകാരിയായ മേരി റെഗ്നോൾഡ് കഴുത്ത് മുറിക്കപ്പെട്ട നിലയിൽ അവളുടെ മുറിയിൽ മരിച്ചു കിടക്കുന്നതായി കാണപ്പെട്ടു. വാതിലിനടുത്ത് അവളുടെ വേലക്കാരി അനീറ്റയുടെ മൃതദേഹവും കിടന്നിരുന്നു. ആഭരണങ്ങൾ മോഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്രൂരകൃത്യം കാണിച്ചതെന്ന് ന്യൂയോർക്ക് ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ പോലീസ് കുറ്റവാളി ഫ്രാൻസിനിയെ പിടികൂടി. അയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഈ സംഭവം നടക്കുമ്പോൾ ലിസ്യുവിലെ കൊച്ചു ത്രേസിക്ക് 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അതിലിടപെടാൻ താൻ നിർബന്ധിക്കപ്പെടുന്നതായി അവൾക്ക് തോന്നി. ഒരാത്മാവിൻ്റെ കഥ എന്ന ആത്മകഥയിൽ ഇതിനെക്കുറിച്ച് അവൾ എഴുതിയിട്ടുണ്ട്. ഫ്രാൻസിസിനി എന്ന കുറ്റവാളി മനസ്തപിക്കാതെ മരിക്കുമെന്ന് തോന്നിയതിനാൽ അയാളെ നരകത്തിൽ വീഴാതെ എന്തു വില കൊടുത്തും രക്ഷിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി കർത്താവിൻ്റെ അനന്ത യോഗ്യതകളും വിശുദ്ധ കുർബാനയും കാഴ്ചവെച്ചു. പരിത്യാഗങ്ങൾ അനുഷ്ഠിച്ചു. അതിനുശേഷം 1887 സെപ്റ്റംബർ 1 പത്രത്തിൽ ഇങ്ങനെ വായിച്ചു: ഫ്രാൻസിനിയുടെ തല വധയന്ത്രത്തിൽ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ തിരിഞ്ഞ് പുരോഹിതൻ നീട്ടിപ്പിടിച്ച ക്രൂശിത രൂപത്തിൽ തൊട്ട് തിരുമുറിവുകളെ 3 പ്രാവശ്യം ചുംബിച്ചു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. അനുതാപം ആവശ്യമില്ലാത്ത നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് പ്രഖ്യാപിക്കുന്ന യേശുവിൻ്റെ കരുണാപൂർവമായ വചനം കേട്ട് അയാൾ മരണം വരിച്ചു. അനുതാപം ആവശ്യമില്ലാത്ത നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും. അപ്പോൾ ഒരിക്കൽ കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ടാൽ സമൂഹവും വീട്ടുകാരുടെയും ഒക്കെ മുമ്പിൽ അവൻ അല്ലെങ്കിൽ അവൾ എന്നും കുറ്റക്കാരി തന്നെയാണ്. ഇവർക്ക് ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ പോലും ജീവിക്കാൻ സാധ്യമല്ല. പരോളിൽ വരുമ്പോൾ താമസിക്കാൻ സ്ഥലമില്ല. സൊസൈറ്റി ഇവരെ മാനസാന്തരപ്പെട്ടാലും ഇവരെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരിക്കൽ കുറ്റവാളി എന്ന് വിധിക്കപ്പെട്ടാൽ
അവർ അതിൽ തന്നെ തുടരാനാണ് സാധ്യത. അപ്പൊ ക്രിസ്തുവിൻ്റെ ഈ വചനം ഒരു പാപി മാനസാന്തരപ്പെടുകയാണെങ്കിൽ സ്വർഗം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിലും അങ്ങനെ തന്നെയാണ്. ധൂർത്തപുത്രൻ മാനസാന്തരപ്പെട്ട് തിരിച്ച് പിതാവിൻ്റെ പക്കലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിതാവിന് വളരെ അധികം സന്തോഷമായി. കാളക്കുട്ടിയെ കൊന്ന് വിരുന്നാഘോഷിക്കുകയാണ്, വിരുന്ന് കൊടുക്കുകയാണ് എല്ലാവർക്കും. എൻ്റെ മകൻ നഷ്ടപ്പെട്ടിരുന്നു, അവനിപ്പോൾ തിരിച്ച് വന്നിരിക്കുന്നു. അപ്പം ഇത് കേട്ടപ്പോൾ അവൻ്റെ മൂത്ത സഹോദരന് സ്വല്പം ദേഷ്യമൊക്കെ വന്നു. ഞാൻ എപ്പോഴും അപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ, അപ്പനെ വിട്ട് ഞാൻ ഒരിക്കലും പോയില്ലല്ലോ, ഇവനാണെങ്കിൽ എല്ലാം കൊണ്ട് നശിപ്പിച്ചവനല്ലേ. അപ്പോൾ പിതാവ് പറയുന്നൊരു വാക്യമുണ്ട്, നീ എന്നും എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഇവൻ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഈ നഷ്ടപ്പെട്ട കുഞ്ഞാടുകൾക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കുക. അവരെ തേടിയാണ് കർത്താവ് വന്നത്. കർത്താവ് മാന്യന്മാരെയും വിശുദ്ധന്മാരെയും ഒന്നും തേടിയല്ല കർത്താവ് വന്നത്. പാപികളെ തേടി വന്ന കർത്താവിനെ പാപികൾക്ക് കാണിച്ചു കൊടുക്കുക എന്ന ഒരു ദൗത്യം പാപികളായ നമ്മൾക്കുണ്ട്. ഈ ഒരു തുറവി, ഈ ഒരു വെളിപാട് സർവേശ്വരൻ നമ്മൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ പ്രകടമാകുന്നത് വചനം അറിയുന്നവർക്ക് തന്നെ വീണ്ടും വീണ്ടും വചനം വിളമ്പുന്ന അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ പറയുന്നു, പാപികളെ തേടിയാണ് ഞാൻ വന്നത്. അപ്പോൾ എല്ലാ ക്രിസ്തു അനുയായികൾക്കും, ക്രിസ്തുവിനെ അറിയാത്ത, ക്രിസ്തുവിൽ വിശ്വാസമില്ലാത്ത, ക്രിസ്തുവിനെ കൊണ്ട് ഏറ്റവും അധികം ആവശ്യമുള്ള അവസ്ഥകളിൽ ജീവിക്കുന്നവർക്ക് ക്രിസ്തുവിനെ പറഞ്ഞ് കൊടുക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് യഥാർത്ഥ ക്രിസ്തു അനുയായികൾക്ക് ഉള്ളത്. ഇതിനുള്ള ശക്തിക്കായി ഈ ഒരു മനസ്സിലാക്കലിനായി, ഈ ഒരു തുറവിക്കായി, ഈ ഒരു ഹൃദയ വിശാലതയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ പാപികളെ കൂടുതൽ സ്നേഹിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് യാചിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.